നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എങ്ങനെ പാരായണം ചെയ്യുന്നു എന്നതും അത്യന്തം പ്രധാനമാണ്. പാരായണത്തിൽ ആദ്യമായി വേണ്ടത് വിശ്വാസമാണ്. നാം പാരായണം ചെയ്യുന്ന ഗ്രന്ഥം നമുക്ക് നന്മ നൽകുമെന്നും ഇതിൽ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ ഋഷിമാർ ദർശിച്ച സനാതന സത്യങ്ങളാണെന്നുമുള്ള വിശ്വാസമാണ് ആദ്യം വേണ്ടത്. പാരായണം ഏകാഗ്രതയോടെ വേണം ചെയ്യാൻ. നാം വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, മനനം ചെയ്യണം, അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. പാരായണം ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ ചെയ്യുമ്പോൾ ഒരേ ഗ്രന്ഥം തന്നെ നിത്യം പാരായണം ചെയ്യുന്നതാണ് ഉത്തമം. ഒന്നിലധികം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അവയെല്ലാം തന്നെ നിത്യപാരായണം ചെയ്യാൻ ശ്രമിക്കണം. ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് കൊണ്ട് ആശയങ്ങൾ രൂഢമാകുന്നു. അത് സംസ്കാരമായി തീരും. ഉപബോധ മനസ്സിലുള്ള ദുഷിച്ച ആശയങ്ങളെ അവ അകറ്റും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ജത്യാശാ വായുഃ തദപി ന മുഞ്ജത്യാശാ വായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കര സ്തോത്രാമൃതം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ
മോഹമുദ്ഗരത്തിൽ ഒന്നാം ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. 2 ഭാഗങ്ങളാണ്. ഒന്ന് ദ്വാദശ മഞ്ജരികയും രണ്ടാമത്തത് ചതുർദശ മഞ്ജരികയും. മഞ്ജരിക എന്നാൽ പുഷ്പങ്ങൾ കോർത്ത് ചേർത്ത് വെച്ച പൂച്ചെണ്ടാണ്. അപ്പോൾ 12 ശ്ലോക പുഷ്പങ്ങൾ ചേർന്നത് ദ്വാദശ മഞ്ജരിക. അവിടെ ദ്വാദശം എന്നാണ് 12 എന്നാണ് പേരെങ്കിലും ഭജഗോവിന്ദം എന്നുള്ളൊരു ശ്ലോകവും ഉപസംഹരിച്ചതിന് ശേഷമുള്ള ശ്ലോകവുമെല്ലാം ചേർന്ന് 15 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. തുടർന്ന് വരുന്ന ഭാഗം ചതുർദശ മഞ്ജരികയാണ്. 14 പുഷ്പങ്ങൾ ചേർന്ന പൂച്ചയുണ്ട്. ഇവിടെയും ഭജഗോവിന്ദമെന്ന് ആരംഭിക്കുന്ന ശ്ലോകം ആരംഭത്തിലുണ്ട്. പിന്നീട് ചില ശ്ലോകങ്ങൾ കൂടുതലും വന്നിട്ടുണ്ട്. ചിലർ ചർപ്പട മഞ്ജരിക എന്നും ഇതിനെ പറയുന്നുണ്ട്. ചർപ്പടം എന്നാൽ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട കീറ തുണികളാണ്. അപ്പം അതിനെക്കുറിച്ച് ഇതിൽ പരാമർശമുള്ളത് കൊണ്ടായിരിക്കാം ചിലർ ചർപ്പട മഞ്ജരിക എന്ന് പറയുന്നത്. ഏതായാലും രണ്ടും ചേർന്നതിന് മോഹമുദ്ഗരം എന്നാണ് പേര്. മുദ്ഗരം എന്നാൽ ഒരായുധ വിശേഷമാണ്. അറ്റത്ത് നിറയെ ലോഹത്തിൻ്റെ മുള്ളുകളുള്ള നീണ്ട ഉലക്ക പോലെയുള്ള ഒരായുധ വിശേഷം, മുൾത്തടി എന്ന് പറയാം. ആ മുൾത്തടിയോടൊരടി കിട്ടിയാൽ അപ്പോൾ ആളുടെ കഥ കഴിയും. ഇതുപോലെ നമ്മുടെ മനസ്സിലെ മോഹത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന മുൾത്തടിയാണ് ഈ ശ്ലോകങ്ങളൊക്കെ. മുദ്ഗരമാണ്. ഇന്നത്തെ ഓരോ ശ്ലോകവും നമ്മളിൽ വിവേകവും വിചാരവും വൈരാഗ്യവും എല്ലാം ജനിപ്പിക്കുന്നതാണ്. നമുക്ക് ചർപ്പട മഞ്ജരികയിലേക്ക് പ്രവേശിക്കാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞകരണേ. ഈ ശ്ലോകം വിശദമായി നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും വിശദമാക്കുന്നില്ല. ഏതായാലും പറയപ്പെടുന്നു വളരെ വൃദ്ധനായ ഒരു പരിവ്രാജകൻ, വളരെ വൃദ്ധനാണ്, ഒരു വഴിയോരത്തിരുന്ന് പാണിനീയ ധാതുപാഠം കണ്ഠസ്ഥമാക്കുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹം ആചാര്യസ്വാമികൾ വരുന്ന സമയത്ത് ചൊല്ലിയിട്ടുണ്ടാവുക ഡുകൃഞ്ഞ് കരണേ എന്നുള്ള ധാതുവായിരിക്കാം. ഡുകൃഞ്ഞ് കരണേ ഡുകൃഞ്ഞ് കരണേ ഡുകൃഞ്ഞ് കരണേ എന്നിങ്ങനെ ചൊല്ലി ഹൃദിസ്ഥമാക്കുകയാണ്. ആ സമയത്താണ് ഈ ധാതുപാഠം പഠിക്കുന്നതൊന്നും നിന്നെ രക്ഷിക്കില്ല. എപ്പോൾ പ്രാപ്തേ സന്നിഹിതേ മരണേ, മരണം വന്നെടുക്കുന്ന സമയത്ത്, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, കാലം മരണകാലം സംപ്രാപ്തമാകുമ്പോൾ ഈ ധാതുപാഠജ്ഞാനമൊന്നും രക്ഷിക്കില്ല. ഈ പറഞ്ഞതുകൊണ്ട് പാണിനീയം വേണ്ട, വ്യാകരണം വേണ്ട, ധാതുപാഠം പഠിക്കേണ്ടതില്ല എന്നൊരിക്കലും അർത്ഥമില്ല. ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരിക്കലുമില്ല. കാരണം വേദവൈദിക ശാസ്ത്രങ്ങളാകുന്ന ഭണ്ഡാകാരത്തെ തുറക്കണമെങ്കിൽ അതിന് നമ്മുടെ കൈവശമുണ്ടായിരിക്കേണ്ടുന്ന താക്കോല് സംസ്കൃതത്തിൻ്റെ താക്കോലാണ്. സംസ്കൃതമുണ്ടെങ്കിലേ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഭാഷാജ്ഞാനമുണ്ടെങ്കിലേ ഈ നിധികളിലേക്ക് നമുക്ക് എത്തി നോക്കാൻ പോലും സാധിക്കും. അപ്പോൾ നിർബന്ധമായും ഭാഷാജ്ഞാനം വേണം. പക്ഷേ ലക്ഷ്യം മറന്ന്, തത്വസാക്ഷാത്കാരം എന്ന ലക്ഷ്യം മറന്ന്, എന്താണ് പരമപുരുഷാർത്ഥത്തിലേക്കുള്ള മാർഗം എന്നത് മറന്ന് വ്യാകരണം, ശിക്ഷ തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതിനെ, അതിനെയാണ് ഇവിടെ അപലപിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ. വിചാരത്തെ കൊണ്ടും വാക്കുകളെ കൊണ്ടും ശരീരം കൊണ്ടും ത്രിവിധ കരണങ്ങളെ കൊണ്ടും ഗോവിന്ദനെ ഭജിച്ചാലും, അഥവാ എല്ലാ പ്രകാരത്തിലും ഗോവിന്ദനെ ഭജിച്ചാലും, ഗോക്കളെ കൊണ്ട് ആരെ അറിയണമോ അവനാണ് ഗോവിന്ദൻ. ഗോശബ്ദത്തിന് വേദം എന്നത് പ്രസിദ്ധമാണ്. ഗോശബ്ദത്തിന് ജ്ഞാനം എന്ന അർത്ഥം പ്രസിദ്ധമാണ്.
ഗോ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം പ്രസിദ്ധമാണ്. ഗോ ശബ്ദത്തിന് രശ്മി എന്നർത്ഥം പ്രസിദ്ധമാണ്. അപ്പോൾ ജ്ഞാനത്തിലൂടെ ആരെ നേടണമോ അഥവാ ജ്ഞാനം ആർക്കധീനമാണോ അവനാണ് ഗോവിന്ദൻ. സകല വേദങ്ങളും ആർക്കധീനമോ വേദത്തിലൂടെ ആരെ പ്രാപിക്കണമോ അവനാണ് ഗോവിന്ദൻ. വേദൈശ്ച സർവൈരഹമേവ വേദ്യ, ഓർമ്മിക്കുക. അതുപോലെ ഭൂമിയെ മുഴുവൻ വീണ്ടെടുത്തവനാരോ, ഭൂമിയുടെ അധിപതിയാരോ അവനാണ് ഗോവിന്ദൻ. സകല രശ്മികളുടെയും അധിപതിയായി സൂര്യമണ്ഡലസ്ഥനായി നിലകൊള്ളുന്ന സൂര്യനാരായണനാണ് ഗോവിന്ദൻ. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് ഗോവിന്ദ ശബ്ദത്തിന് പഠിക്കാം. ഈ ഗോവിന്ദനെ ഭജിച്ചാലും പരമാത്മാവിനെ പരമേശ്വരനെ ഭജിച്ചാലും ഹേ മൂഢമതേ, മോഹഗതമായ ബുദ്ധിയോടൊത്തവനെ, അങ്ങുമിങ്ങും അലയുന്ന പല പല വൃത്തിവിശേഷങ്ങളിൽ പിരിയുന്ന ബുദ്ധിയോടുകൂടിയ നീ ഇനിയെങ്കിലും തിരിച്ചറിവോടുകൂടി ഗോവിന്ദനെ ഭജിച്ചാലും എന്നാണ് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ദ്വാദശ മഞ്ജരികയുടെ ആരംഭത്തിലും പറഞ്ഞു. അത് ആവർത്തനമാണ് ഇവിടെ. തുടർന്ന് ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചത്യാശാവായുഃ. ദിനമപി രജനീ സായം പ്രാതഃ എന്ന ഭാഗത്ത് ദിനയാമിന്യൗ സായം പ്രാതഃ എന്നും പാഠഭേദമുണ്ട്. ദിനയാമിന്യൗ സായം പ്രാതഃ. താത്പര്യം കാലം നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിരിച്ചറിയാതെ നമ്മൾ ആശയെ പിടിച്ചുകൊണ്ട് വയ്ക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്നൊരു ശ്ലോകമാണ്. ഇതിൻ്റെ താത്പര്യം നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. അംബരീഷ ചരിതം ഒരു കഥയായിട്ട് നമ്മളിങ്ങനെ കേട്ടെങ്കിലും അതിലെ സന്ദർഭമായിട്ട് വന്ന ശ്ലോകങ്ങളെല്ലാം അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഗ്രഹിച്ചാണ് ഇതുവരെ പോയത്. ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും കഥകൾ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വഴികൾ ഞാൻ പറഞ്ഞു തരികയാണ്. ഭാഗവതം എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. ഉദാഹരണമായിട്ട് അംബരീഷ ചരിതം തന്നെ എടുത്തു നോക്കുക. അംബരീഷൻ്റെ കഥ ഒന്നാമതായിട്ട് ഭാഗവതം അതിൽ പറഞ്ഞു തരുന്ന ഒരു തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവസമ്പന്നനായ ഒരു രാജാവ് പോലും എല്ലാ സമൃദ്ധിയുടെ നടുക്കിരുന്നു കൊണ്ടും ഏകാദശി പോലുള്ള മഹാവ്രതങ്ങൾ അനുഷ്ഠിക്കുകയും സർവദാ എല്ലാ ദിവസവും തൻ്റെ കർമ്മം ആരംഭിക്കുമ്പോൾ ഈശ്വര ആരാധന ചെയ്തുകൊണ്ട് കർമ്മം ആരംഭിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തെ ആദ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഭാഗവതം. ഇതാണ് അംബരീഷ ചരിതത്തിലെ ഓരോ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതേപോലെ വിചാരം ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അന്തസത്ത നമുക്ക് കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും നടുക്കിരിക്കുന്ന അംബരീഷൻ എന്ന് പറയുന്ന മഹാരാജാവ് അതിലൊക്കെ കാര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം നിർവഹിക്കുമ്പോഴും തൻ്റെ ഭക്തിക്ക് അല്പം പോലും വിലോപം വരുത്തിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദർഭം ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംബരീഷൻ്റെ മുമ്പിൽ വരുന്ന ദുർവാസാവെന്ന് പറയുന്ന തപസ്സിയായ ഋഷിവര്യൻ, അദ്ദേഹം അംബരീഷൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിഥി ദേവോ ഭവ, അതിഥിയായി സൽക്കരിക്കണം, ഞാൻ കുളിച്ചു വരുന്നതിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചുകൊള്ളു എന്ന് പറഞ്ഞു പോകുന്ന ദുർവാസാവിന് തിരിച്ചു വരുമ്പോൾ ദ്വാദശി എന്ന് പറയുന്നത് യാമങ്ങൾ നമ്മുടെ വിനായികകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് ദ്വാദശി കഴിയും. അപ്പോൾ അതിനു മുമ്പ് പാരണ വീട്ടിയില്ലെങ്കിൽ ഏകാദശി വ്രതം പൂർണ്ണമാകുകയില്ല. അംബരീഷനെ സംബന്ധിച്ചിടത്തോളം ഏകാദശി വ്രതം പൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം. ഇപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് നിശ്ചിതമായ കർമ്മവിധി അനുസരിച്ച് ചെയ്യണമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു വിധിയുണ്ട്, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്. ഗീതാകാരൻ തന്നെ, ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രവിധിക്കനുസരിച്ചേ കർമ്മം ചെയ്യാവൂ. ശാസ്ത്രങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു അതിനനുസരിച്ച് കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് സ്വമേധയാ ചില അറിവുകളുണ്ടാവും. അതിനനുസരിച്ച് നിരൂപണം നടത്തിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്ന ഒരു സ്വാഭാവികമായ മാനസികാവസ്ഥ മനുഷ്യരിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതല്ല ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് ശാസ്ത്രവിധി അനുസരിച്ച് ഏകാദശി വ്രതം പാരണ വീട്ടുന്ന അംബരീഷൻ എന്ന് പറയുന്ന മഹാരാജാവിനെ വിധിപൂർവ്വം എങ്ങനെ പരിസമാപനം കുറിക്കാമെന്ന് ഋഷിവര്യന്മാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് പാരണ വീട്ടുന്ന രംഗം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ശാസ്ത്രത്തെ ത്യജിക്കരുത്. ശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നുണ്ട്, കാര്യകാരണ സഹിത യുക്തിഭദ്രമായിരിക്കുന്ന ഒന്നാണ് ശാസ്ത്രം. യുക്തിഭദ്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം കാരണം ഇത് രണ്ടും ഉണ്ടായിരിക്കും. ശാസ്ത്രത്തിലെ ഏതൊരു ചിന്തയ്ക്കും ഒരു കാരണവും ഉണ്ടായിരിക്കും, അതിൽ നിന്നൊരു കാര്യവും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ ഇവിടെയും വ്യക്തമാക്കി തരികയാണ്, വ്രതം തുടങ്ങി ആ വ്രത അവസാനം എങ്ങനെ പരിസമാപിപ്പിക്കണം എന്നുള്ള കാര്യം ജലം കുടിച്ചായാലും ശരി അതിനെ പരിസമാപിപ്പിക്കാൻ അംബരീഷൻ കാണിക്കുന്ന ജാഗ്രത നമ്മുടെ മുമ്പിൽ ശാസ്ത്രവിധിയെയാണ് അവിടെ പ്രാധാന്യത്തോടുകൂടി ഭാഗവതം അവതരിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് അതിഥിയെ സൽക്കരിക്കാതെ പാരണ വീട്ടിയെന്നുള്ള കോപം കൊണ്ട് അംബരീഷൻ്റെ മുമ്പിൽ കോപത്താൽ എന്തൊക്കെയാണോ പറയുകയും മറ്റുമൊക്കെ ചെയ്തത് ദുർവാസാവ്, അവിടെ യാതൊരുവിധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊന്നും അംബരീഷൻ്റെ ഉള്ളിൽ അംബരീഷൻ്റെ മനസ്സിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതൊരു കാര്യം കൂടെ ഭാഗവതം നമ്മൾ ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പം ആ കഥാസന്ദർഭങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് സ്വജീവിതത്തിൽ അതിൻ്റെ മൂല്യവത്തായ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം. അതുകൊണ്ടല്ലേ ഭട്ടതിരിപ്പാട് പോലും പറഞ്ഞത്, ഇങ്ങനെ കഥകളിലൂടെ ചിന്തകൾ നടത്തി തീരണം എൻ്റെ ജന്മം എന്ന് പറഞ്ഞത്. എത്ര ഒരു കഥയിൽ ഇത്രയധികം ചിന്തിക്കാമെങ്കിൽ അനേകം കഥകൾ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സ്വമേധയാ നമുക്ക് ചിന്തിച്ചെടുക്കാം എന്നുള്ളത് ഓർക്കണം. ഒരാളിൻ്റെ ചോദ്യമായിരുന്നു, കഥകളായിട്ട് കേട്ടിരുന്നാൽ എന്താണ്? അതിൽ നിന്ന് ഞാൻ 2-3 ചോദ്യം ചോദിച്ചപ്പോഴാണ് കഥയിലും ഇങ്ങനെയൊക്കെയുള്ള അന്തരാർത്ഥം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ചിന്തിച്ച് വയ്ക്കുക, ആ ചിന്തിച്ച് വയ്ക്കുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അംബരീഷൻ്റെ ചരിത്രത്തിനകത്ത് ഞാൻ പറഞ്ഞു, ദുർവാസാവിനെ അതിഥിയെ സൽക്കരിച്ചില്ല, അതിലൂടെ ദുർവാസാവ് കോപിഷ്ഠനായി ശവിക്കാനൊരുങ്ങിയതും ഒക്കെ നമ്മൾ കേട്ടു. അവിടെയെല്ലാം യാതൊരുവിധ ചലനവുമില്ലാണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ധീരനായി നിന്ന ഒരു വ്യക്തിയായിരിക്കണം വ്രതധാരികളെന്ന് ഭാഗവതം സൂചിപ്പിക്കുകയാണ്. വ്രതധാരികളെല്ലാം ധീരന്മാരായിരിക്കണം. പ്രതികൂല സാഹചര്യങ്ങളിൽ കിടന്ന് മനസ്സ് പതറുന്നവരായിരിക്കരുത്. ആ പ്രതികൂലതയും അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് ധീരന്മാരായ വ്രതധാരികൾക്ക് ഉണ്ടാകണമെന്ന് ഭാഗവത അംബരീഷ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായിട്ട് നമുക്കറിയാം എന്താ, ഏതൊരു ഭഗവാൻ അവസാനം പറഞ്ഞ എന്താ, ദുർവാസാവ് വിഷ്ണു ഭഗവാന്റെ അരികിൽ ചെന്നപ്പോൾ പറഞ്ഞത് അഹം ഭക്ത പരാധീന എന്നാണ് ഭാഗവതി പറഞ്ഞത്. ഞാൻ ഭക്തന്മാർക്ക് അധീനനാണ്. അതുകൊണ്ട് ഭക്തനായിരിക്കുന്ന അംബരീഷൻ്റെ അരികെ ചെന്ന് എന്നെ ക്ഷമാപണം നടത്തിക്കൊള്ളണം അല്ലയോ ദുർവാസാവേ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഏതൊരു ഭക്തനാണോ നിർമ്മല മനസ്കനായിട്ട് ഭഗവാനെ ഉപാസിക്കുന്നത് അവന് ഭഗവാന്റെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നുള്ള കാര്യം നിർവിവാദമായിട്ട് ഭാഗവതം വെളിപ്പെടുത്തുന്നതാണ് ഭഗവാൻ പറഞ്ഞ അഹം ഭക്ത പരാധീന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഥകളെ കേൾക്കുമ്പോൾ
അന്തരാർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഭാഗവതം ശ്രവിച്ചു എന്നുള്ളതിന് ഒരു ഗുണം നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ കേവലമായ ഭാഗവത ശ്രവണം കൊണ്ട് കഥകളെ വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ചിന്തിക്കുക. ഏത് കഥ കേൾക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് സ്വായത്തമാകുമെന്ന് മാത്രമല്ല, മനസ്സും അംബരീഷനെ പോലെ നിർമ്മലമായി തീരും. അതിനായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കാളാംബോധര കേളികാര സുഷമാ മാധൂതനാനായുധ ശ്രേണീഭാസുര കാന്തിജാല വിലസദ്ധോർദണ്ഡികാം ചണ്ഡികാം ശ്രീമദ്വല്ലഭരാഷ്ട്രപുഷ്ടികരണ സ്വച്ഛന്ദലീലായുതാം വന്ദേ സാന്ദ്രകൃപാമയിം ഭഗവതിം മാന്ധാതൃശൈലേശ്വരീം മാന്ധാതൃശൈലേശ്വരീ. നാശിനി കാമിനി വൈദികരൂപിണി വേദമയീ ക്ഷീരസമു